അപ്പൊ ചുമ്മാതല്ല നീ ഈ ആലോചനയായിട്ട് വന്നത്. പക്ഷേ ഭാനു ഒരിക്കലും അങ്ങോട്ട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ല മയച്ചി. അവൻ വന്ന് ഭാനുവിനോട് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ നോക്കുന്നതാ നല്ലത് ഭാവന. കല്യാണം എപ്പോ വേണമെങ്കിലും നടത്താലോ. സമയവും സാഹചര്യവും അനുകൂലമായിട്ട് വരികയാണെങ്കിൽ കല്യാണം നടത്തുന്നതിലും തെറ്റൊന്നുമില്ല മയച്ചി. രണ്ടുപേർക്കും തുടർന്ന് പഠിക്കാമല്ലോ, ഒരേ കോളേജിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാ. ചിലപ്പോ ഭാനുവിന്റെ ഭാഗ്യത്തിനെല്ലാം ഓക്കെ ആയാലോ. ശ്രമിക്കാം മയച്ചി. എല്ലാം ഒത്തുവന്നാ നമുക്ക് നടത്താം. പക്ഷെ അമ്മ പിടിതരുന്നില്ല. ഒരു കണക്കിന് നല്ലതാണെങ്കിൽ വിട്ടുകളയേണ്ട ഭാവന. ഭാനുവിന്റെ കാര്യം കൂടി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അതെ മയച്ചി, പിന്നെ അവരായി അവരുടെ പാടായി. അതെ, ഇപ്പറയുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. എന്താ ശരിയല്ലേ? അമ്മ എനിക്ക് മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ അവരായി അവരുടെ പാടായെന്ന് ഇപ്പൊ നീ പറഞ്ഞായിരുന്നു. ഇവിടെ നീ അങ്ങനെയാണോ നിന്റെ സഹോദരങ്ങളോട് പെരുമാറുന്നേ? ഇത് നിന്റെ സഹോദരങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും നിന്റെ ടെൻഷൻ അവരുടെ ജീവിതത്തെ പറ്റി തന്നെയായിരിക്കും. എന്താ മായേ, ശരി തന്നെയല്ലേ? അതെ അമ്മ, നമ്മളിവളെ കാണുന്നല്ലേ. എന്താ അമ്മ, കല്യാണം കഴിഞ്ഞെന്ന് കരുതി സഹോദരങ്ങളല്ലാതാവോ? നീ ഇപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ മറുപടിയാ ഞാൻ പറഞ്ഞത്. അല്ല, നിനക്കും സൂര്യക്കും ഭാനുവിന്റെ കല്യാണം ഇപ്പൊ തന്നെ നടത്തിയേ പറ്റൂന്നാണോ? അങ്ങനൊന്നും അല്ല അമ്മ. ഇങ്ങോട്ട് വന്നൊരു ബന്ധമല്ലേ, നമുക്കൊന്ന് നോക്കാം. ചിലപ്പോ ഭാനുവിന്റെ സമയം നല്ലതാണെങ്കിൽ അങ്ങ് നടക്കട്ടെ. ഒരു കല്യാണം എന്ന് പറയുന്നത് നിസ്സാരമല്ല എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ.